റാപ്പർ വേടന് ജാമ്യം കൊടുക്കണോ ഇല്ലയോ എന്ന് നാളെ ഹൈക്കോടതി തീരുമാനിക്കും. റാപ്പർ വേടനെതിരെ ഒരു ഡോക്ടറാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവരെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് റാപ്പർ വേടനെ അവരുമായിട്ട് 2021 മുതൽ 2021 വരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പീഡനം ഏതായാലും നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കോടതി പരിശോധിക്കും. കാരണം കൺസെന്റ് ഉണ്ട് എന്നും ആരോപണം വരുന്നുണ്ട്. എന്നാൽ റാപ്പർ വേടൻ ഇവരെ പരിചയപ്പെടുന്നത് ആ സംഭവം ആവുമ്പം അവിടെ കൺസെന്റ് ഇല്ലാതെ ഒരു റേപ്പ് ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത്. റാപ്പർ വേടനോട് അമിതമായ സ്നേഹവും ആരാധനയുള്ള ഒരു ഡോക്ടർ അവർ എറണാകുളത്ത് MBBS പഠിക്കും എന്ന സന്ദർഭത്തിൽ അയാളുടെ പാട്ടിൽ അവർ മോഹിച്ചു. ആ പാട്ട് കേൾക്കാൻ കൂടുതൽ ആഗ്രഹിച്ചു. റാപ്പർ വേടനെ ബന്ധപ്പെട്ടു, സംസാരിച്ചു. അയാൾ ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നു. റാപ്പർ വേടൻ അവരുമായിട്ട് സംസാരിച്ചു. അവരുടെ ഇഷ്ടം അവർ പ്രകടിപ്പിച്ചു. ആ സമയത്ത് അവരുടെ മുറിയിൽ അയാൾ ഇരിക്കാൻ അനുവാദം ചോദിച്ചു, ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ച ശേഷം റാപ്പർ വേടൻ അവരുടെ കവിളിൽ ഒന്ന് ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ നമുക്കറിയില്ല. എന്തായാലും ചുംബിച്ച ശേഷം അവരെ ബെഡിൽ കിടത്തി ബലമായിട്ട് റേപ്പ് ചെയ്തു ആണ് ആദ്യത്തെ സംഭവം ഉണ്ടായത്. അതിനുശേഷം അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചോളാം. അവരെ പ്രതീക്ഷിക്കാത്ത ഒരു നിലവാരത്തിലായിരുന്നു ആ റേപ്പ്. അത് കൺസെന്റ് ഇല്ല ആദ്യത്തെ റേപ്പിൽ. അത് അവരുടെ പരാതിയിൽ അത് പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആദ്യത്തെ ഇഷ്ടം പ്രകടിപ്പിച്ചു. അവരെ ഫ്ലാറ്റിൽ വരാനായിട്ട് വിളിച്ചു. ഫ്ലാറ്റിൽ വന്നു. അതിനുശേഷം അവര് ആ ദിവസം തന്നെ റാപ്പർ വേടൻ അവരെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു റേപ്പ് കഴിഞ്ഞാൽ പിന്നീട് അവരെ പരാതി കൊടുക്കാതിരിക്കാനും അവരുടെ സങ്കടം മാറ്റാനും അവരെ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കും, തീർച്ചയായിട്ടും കല്യാണം കഴിക്കും. അതോടുകൂടിയാണ് ആദ്യത്തെ റേപ്പ് പരാതി കൊടുക്കാതിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം അവർ കോഴിക്കോട് പഠിച്ചപ്പോഴും അവിടുത്തെ ഫ്ലാറ്റിൽ, ഇവിടെ പഠിച്ചപ്പോഴും കൊച്ചി പഠിച്ചപ്പോഴും അവരുടെ ഫ്ലാറ്റിൽ വന്ന് നിരന്തരം അവർ തന്നെ 5-6 വർഷം അവർ ബന്ധപ്പെട്ടു. അതിനുശേഷം വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. അതിനുശേഷം ഇയാള് 2-3 സുഹൃത്തുക്കളുമായി ഇവരുടെ ഫ്ലാറ്റിലെത്തി. അന്ന് അവർ വലിയ പ്രതീക്ഷയോടെ ഇരുന്നതായിരുന്നു. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സുഹൃത്തുക്കൾ വന്നു. പിന്നീട് സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം ഇവർ പറഞ്ഞു വിവാഹത്തിന്റെ കാര്യം എടുത്തിട്ടു. കാരണം അവരിൽ നിന്ന് അയാൾ അകന്നു പോകുന്ന പോലെയാണ് തോന്നുന്നത്. അതവർക്ക് മനസ്സിലായി. അതിനുശേഷം ഇയാൾ പല പ്രോമിസുകളും നടത്തി വിവാഹം തീർച്ചയായിട്ടും കഴിക്കും, അതിന് നിരാശപ്പെടേണ്ട. റാപ്പർ വേടനോട് അതിയായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. അയാളുടെ പാട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഇയാൾ വിവാഹം കഴിക്കുന്നതിന് പതുക്കെ മാറുന്നതായിട്ട് അവർക്ക് തോന്നി. അതിനുശേഷമാണ് അവർ മനസ്സിലാക്കിയത് ഇവരെ പോലെ തന്നെ ബന്ധമുള്ള മറ്റൊരു സ്ത്രീ അവർ കണ്ടെത്തി. ആ സ്ത്രീയും ഇയാളുമായിട്ടുള്ള ബന്ധം അവർ കണ്ടെത്തി. അതോടെ അവർ നിരാശയായി. കഴിഞ്ഞ 3-4 വർഷമായിട്ട് 2021 മുതൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം അയാൾ ഇവരിൽ നിന്ന് അകന്നു. എങ്കിലും അവർ പ്രതീക്ഷ വിട്ടില്ല. വീണ്ടും ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ഫോൺ എടുക്കാതെയായി. ഇവരോട് മോശ വാക്കുകൾ പറയാൻ തുടങ്ങി. കാര്യങ്ങൾ പിടിവിട്ടു പോയി എന്ന് തോന്നി. ഇവർ കേസ് കൊടുക്കുമെന്ന് തോന്നിയപ്പോൾ അയാൾ വീണ്ടും വന്ന് നയരൂപേണ ഇവരോട് അടുക്കാൻ ശ്രമിച്ചു. ഇത് തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം അവർ പരാതി കൊടുക്കുകയും ചെയ്തു. 2021 ഓഗസ്റ്റ് മുതൽ 2023 വരെ പീഡിപ്പിച്ച ചരിത്രമാണ് അവർ എറണാകുളം പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരി വിവരിച്ചത്. അതനുസരിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ
ആണ് ഇയാൾക്കെതിരായിട്ട് കേസെടുത്തത്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി. ഹൈക്കോടതി പോയപ്പം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എറണാകുളം പോലീസ്, സിറ്റി പോലീസ് അന്വേഷിച്ചപ്പോൾ ഇയാൾ മുങ്ങി. ഇന്ത്യയിലുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇന്ത്യ വിട്ടു പോകാതിരിക്കാൻ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തു. ഇവിടെ ബെയിൽ കൊടുക്കണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റി നാളെ 19/8/2025 ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ ആണ് ജാമ്യം കൊടുക്കണമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആ ബെഞ്ചിൽ ഇവര് കൗണ്ടർ കൊടുത്തപ്പം ഡോക്ടർ ഇവരെ പോലെ റേപ്പ് ചെയ്ത 1-2 പേര് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടെന്നൂടെ പറഞ്ഞു. പലർക്കും ദുരനുഭവം ഇയാളിൽ നിന്നുണ്ടായി എന്ന്. റാപ്പർ വേടന്റെ മുഖം, 2 മുഖമുണ്ട് അയാൾക്ക്. പല സ്ത്രീകളെയും അയാൾ റേപ്പ് ചെയ്തു എന്ന് ആരോപണം ഉന്നയിച്ചു. ആ കൂടുതൽ വിവരങ്ങൾ ഹൈക്കോടതി കൊടുത്തപ്പം ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അവരെ കക്ഷി ചേർക്കാൻ അനുവദിച്ചു. ഈ കേസിൽ അവരെ കക്ഷി ചേർത്ത് ഉത്തരവുണ്ടായി. ഇനി റാപ്പർ വേടന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ജാമ്യം നിഷേധിച്ചാൽ അയാൾക്ക് വേണം, പണം ഉണ്ടെങ്കിൽ സുപ്രീം കോടതി വരെ പോകാം. പക്ഷേ കേരള ഹൈക്കോടതി ബെഞ്ചിൽ അവരെ കക്ഷി ചേർത്തതിൽ നിന്ന് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കോടതിക്ക് കേൾക്കാം. അതുകൂടാതെ ഇയാൾ അവരെ ചതിച്ചു, അങ്ങനെ കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം റേപ്പിന് ശേഷമാണ് കൊടുത്തത്. റേപ്പിന് മുമ്പ് അതില്ല. റേപ്പിന് ശേഷം ആണ് കല്യാണം കഴിച്ചോളാം എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് യാതൊരു വിമുഖതയില്ലായിരുന്നു. അവർ തമ്മിൽ ഒന്നിച്ച് വിവാഹിതരെ പോലെ താമസിക്കുകയും ചെയ്തു. പക്ഷെ തുടക്കത്തിലെ അയാളുടെ ഇവരോടുള്ള ആക്രമണം അതൊരു റേപ്പാണ്. ആ റേപ്പ് നിലനിൽക്കും. അതുകൊണ്ട് ഇയാള് സറണ്ടർ ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു. ഹൈക്കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2020-21 കാലഘട്ടത്തിൽ ഇയാള് വേറെ സ്ത്രീകളെ ഇതുപോലെ റേപ്പ് ചെയ്തു എന്ന് പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ ഉണ്ട് എന്ന് ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതുകൊണ്ട് വേടന് എതിരായി മറ്റു പല സ്ത്രീകളും പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ തീർച്ചയായിട്ടും കോടതിയെ ബോധിപ്പിക്കും. മുഖ്യമന്ത്രി ഓഫീസിൽ വന്ന പരാതി എന്തായി, എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളും അത് എവിടാണ് അന്വേഷിക്കുന്നത് എന്നും കോടതിയെ ബോധ്യപ്പെടുത്തും. കാരണം ഒരു പരാതിയല്ല, വേറെ പല രീതിയിലുള്ള പരാതികൾ വന്നു. കേരളത്തിലെ റാപ്പർ വേടന്റെ ഓരോ പരിപാടിക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൂടുന്നത് കണ്ടു. യങ്സ്റ്റേഴ്സും വളരെ ചെറുപ്പക്കാരും എല്ലാം വന്നു ചേരും നമ്മൾ കണ്ടു. അയാളുടെ പാട്ട്, അതിൻ്റെ ട്യൂണും അയാളുടെ ഭാഷയും വികലമാണ്. അത് മലയാള ഭാഷയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലത്തെ ഭാഷാപ്രയോഗം ഇടയ്ക്ക് തെറിവിളിയും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഒരു പ്രവർത്തനങ്ങൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കാൻ വരെ ഇവിടുത്തെ സ്കൂളുകളിലെ ഒരു പാഠഭാഗമാക്കി മാറ്റിയത് വളരെ മ്ലേച്ഛമായ ഒരു തീരുമാനമാണെന്നേ പറയാൻ ഒക്കുള്ളൂ. എന്തായാലും ഇയാളുടെ ഒരു കേരളത്തിലെ കുട്ടികൾക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു കഥാപാത്രമല്ല, വളരെ മോശമായ കഥാപാത്രം തന്നെയാണ് അയാളുടെ ചെയ്തികളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അയാളുടെ ഭാഷകൾ അംഗീകരിക്കാൻ പറ്റില്ല. അയാളുടെ ഭാഷയെ കൂടെ തെറി വാക്കുകൾ കയറ്റിവിടുന്ന അംഗീകരിക്കാൻ കഴിയില്ല. അയാളെ തീർച്ചയായിട്ടും തുറുങ്കിലടയ്ക്കേണ്ടതാണ്. കാരണം മലയാള ഭാഷയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരാള് അയാളുടേതായ ചില നക്സലിസം പോലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും മലയാള സമൂഹത്തിനെ മോശമാക്കുന്നവരാണ്, മലയാളത്തിലെ കുട്ടികളെ മോശമാക്കുന്നതാണ്. അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഏതായാലും കോടതി അത് തീരുമാനിക്കട്ടെ. ഇയാളെപ്പോലെയുള്ള ആൾക്കാരെ കുട്ടികൾ പാട്ടിൻ്റെയും ഗാനത്തിൻ്റെയും ഇതുപോലെയുള്ള തെറിവാക്കുകളും വെച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത് കേരളത്തിൽ നിരോധിക്കണം. ഗവൺമെന്റ് ഇയാളുടെ എല്ലാ പ്രോഗ്രാമുകളും പ്രോഹിബിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.